എടാ നീ ഇത് വാങ്ങിട്ട് വേണം എനിക്ക് മാനേജറായിട്ട് ഇവിടുന്ന് ബാലൻസ്. ഓക്കെ, കുറെ ടീം ഒന്ന് നോക്കുന്നുണ്ട്, ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ഇന്നിപ്പോ ഒരു പാർട്ടി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ, അത് അവരെത്തിയിട്ടു. ഓക്കെ, ഒരു ടീം എത്തിയിട്ടുണ്ടാ, ഞാൻ വിളിക്കാവേ. നമസ്കാരം. 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 ലേറ്റ് ആയോ? കുറച്ച് ലേറ്റ്, ചെറിയ ബ്ലോക്ക് കൂടി. ആ ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സാമ്രാജ്യം. അതെ അതെ അതെ. ഓക്കെ, ഞങ്ങളൊന്ന് നോക്കട്ടെ അല്ലേ? നിങ്ങൾ എന്തായാലും നോക്കിയിരുന്നു. ഓക്കെ, ദിവസവും ജോലി ചെയ്താലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദേവു, സച്ചി, നമ്മള് കല്യാണത്തിന് വന്നതോ അതോ കലഹം? എന്താണിത്? മൊത്തത്തിലും കണക്കൂട്ടും. കണക്കൂട്ടുന്ന സമയത്ത് ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് 5 lakhs, 5 ലക്ഷം ബിൽഡിംഗ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് എന്തായാലും 3 lakh. പിന്നെ നല്ല ഫർണിച്ചറാണ്. ഫർണിച്ചേഴ്സ് എന്തായാലും നമുക്ക് ഒരു 1 lakh. പിന്നെ മറ്റു ചില മെസ്ലീനിയസ് എല്ലാം കൂടി 1 lakh. അപ്പം 5+3+1+1 10 lakh. 10 ലക്ഷത്തിന് ഓഫ് ചെയ്യാം. അപ്പൊ 10 ലക്ഷത്തിന് കച്ചവടം സെറ്റ്. വാ, ഇരിക്കി. താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മള് എല്ലാം നോക്കി കണ്ട് എല്ലാത്തിന്റെ വാല്യൂ ഒക്കെ നോക്കി അസറ്റ് ഒക്കെ നോക്കി 10 ലക്ഷം. 10 ലക്ഷം കറക്റ്റ്. പക്ഷെ നമ്മളെ കച്ചവടം ഉറപ്പിക്കണമെങ്കിൽ നമുക്കൊരു 15 ലക്ഷമാണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഇപ്പൊ എന്താ ഒരു 5 ലക്ഷത്തിന് കണക്ക്? 5 ഗുഡ് വില്ലാണ് 5 ലക്ഷം. സാധനം കണ്ടാലേ വില പറയാൻ പറ്റുള്ളൂ. സാധനം നോട്ടെ, ചെക്ക് ചെയ്യണം. അങ്ങനെ അത് തൊട്ടു നോക്കാനൊന്നും പറ്റില്ല. അത് ഞാൻ കുറെ കഷ്ടപ്പെട്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനം. നിങ്ങൾ വർഷങ്ങൾ ഉണ്ടാക്കിയെടുത്താലും പ്രശ്നമില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനത്തിന്റെ വില പറയാൻ പറ്റുള്ളൂ. അത് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല. അല്ല, ഇയാൾ ഇയാൾ 5 ലക്ഷം പെട്ടെന്ന് കൊണ്ട് നമ്മൾ ഇവിടെ നിർത്തി കൊടുക്കണം. അത് നടക്കൂല. ഈ ചെങ്ങായി ഇതെന്ത് വർത്താനം പറയുന്നത്? 5 ലക്ഷം റുപ്യ എല്ലാം കാണാൻ പറ്റാത്ത സാധനത്തിന് ഞാനെന്തിനാ 5 ലക്ഷം റുപ്യ കൊടുക്കണേ? ഇത് കാണാൻ പറ്റൂല. അതെന്താ കാണാൻ പറ്റാത്ത ഒരു അസറ്റ് ഉണ്ട്. ആ അസറ്റ് ആണ് ഗുഡ് വിൽ. ഇറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇയാൾ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷൻ ഇല്ലേ, ആ സൽപ്പേരില്ലേ, ഞാൻ ഗുഡ് വിൽ എന്ന് പറയുന്നത്. എന്നായി ചെങ്ങായി കാര്യം പറഞ്ഞാ പോരെ. ഉറപ്പിച്ചോ? അപ്പൊ മൊത്തം എത്ര കൊടുക്കണം നമ്മള്? 10, 5, 15 ഉറപ്പിച്ചോ? ഉറപ്പിക്കല്ലേ? ഇയാൾക്ക് നേരത്തെ പറഞ്ഞാ മതി. അപ്പൊ നല്ല ഉറപ്പിക്കല്ലേ നമുക്ക്? 15 ഉറപ്പിക്കല്ലേ? ആ 15 നമുക്ക് ഉറപ്പിച്ചേക്കാം. നിങ്ങൾ എന്തിനാ കരയണേ? എന്റെ കുങ്കുമപ്പൂ എനിക്കിനെ ടിവിയിൽ 4 ആക്കി കാണാൻ പറ്റില്ല. ആ സങ്കടം അത് നിങ്ങൾ കാര്യമാക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഒരുമിച്ചിരുന്ന് കാണാനേ. കണ്ടറിയാം.